മെമ്പറും പ്രസിഡന്റും ബാക്കിയുള്ളവർ തുറന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞ് മിണ്ടരുതെന്ന് പറഞ്ഞു. ഞാൻ പറയും മെമ്പർ എന്തിനാ എന്നോട് സംസാരിക്കാൻ ചോദിച്ചു. ഞാൻ പറയാനുള്ളത് എനിക്ക് തുറന്ന് ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും വേണം. നമുക്കാരെ പേടിക്കാനാ സാറേ? ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കൈതക്കര ഗിരിജൻ കോളനിയിലേക്കാണ്. കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മൾ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായി മാറണമെന്നുള്ള കാര്യം മറന്നു പോകരുത്. പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ പ്രമാടം ഗ്രാമപഞ്ചായത്തിലുള്ള കൈതക്കര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ആദിവാസി ഊരാണ് കൈതക്കര ഗിരിജൻ ഗ്രാമം. പത്തനംതിട്ട പുന്നൂർ റൂട്ടിൽ ഇളമണ്ണൂരിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ആദിവാസി ഗോത്രമായ മലവേടർ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചു വരുന്നത്. ടൗണിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഊര് ഒരു സാധാരണ ആദിവാസി ഗ്രാമം എന്നതിലുപരിയായി എടുത്തു പറയത്തക്ക വികസനമൊന്നും നടന്നിട്ടില്ലെന്ന് ഇവിടെ വരുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എടുത്തു പറയാനുള്ളത് ഗവൺമെൻറ് പദ്ധതി പ്രകാരമുള്ള വീടുകളാണ്. അതിനിടയിലും വാസയോഗ്യമല്ലാത്ത വീടുകളും ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ എനിക്കൊരു 40-45 മേലായി ഒരു വീട് കിട്ടിയിട്ട്. ജില്ലാ പഞ്ചായത്തിലെ വീടാണ്. ജില്ലാ പഞ്ചായത്തിലെ അത് മൈത്രിക്കാർക്കായിരുന്നു ആദ്യം അവരാ വന്നത് ഈ വീടിന്റെ കാര്യത്തില്. പിന്നെ അത് ജില്ലാ പഞ്ചായത്തിൽ കൊടുത്തു. അവിടുന്ന് 75,000 രൂപ അനുവദിച്ചതാ. 75,000 രൂപ. അങ്ങനെ അത് ഇങ്ങോട്ട് പണിത് വന്ന കൂട്ടത്തിൽ അതിങ്ങനെ പണി തീരാത്ത വീടായി കിടന്നു. പിന്നെ അത് പണി തീർത്തു. ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു വീട് മെയിൻ്റനൻസ് കിട്ടി. കാലങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. പിന്നീട് ഇത് അങ്ങനെ നശിച്ചു നാരായണവർ വെച്ച് കിടന്നപ്പം ഞങ്ങളുടെ ട്രൈബലിൽ ഞാനൊരു അപേക്ഷ വെച്ചു വീട് മെയിൻ്റനൻസിന്. പക്ഷേ അതിങ്ങനെ ഇന്ന് കിട്ടും നാളെ കിട്ടും. ഇത് 4ാം വർഷത്തിലേക്ക് കടക്കാനൊരുങ്ങുന്നു. ഇതുവരെ അതിൻ്റെ ഒരു രേഖയും അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അവരൊട്ട് പറഞ്ഞിട്ടുമില്ല. എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. നമ്മുടെ കൊച്ചിന് ഒരു പ്രൊമോട്ടർ അവിടെ ഉണ്ട്. സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഞങ്ങളുടെ പ്രൊമോട്ടർ പറഞ്ഞു. അതും ഇങ്ങനെ തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ അത് പാസ്സായിട്ടുമില്ല, അതിൻ്റെ ഒരു വിവരം അറിയത്തുമില്ല. വീട് ഇങ്ങനെ നശിച്ച് നാനാശേഷമായി. അടുക്കളയ്ക്ക് കതകില്ല, ഫ്രണ്ടിൽ കതകില്ല, ജനലുകളൊന്നുമില്ല. അതെല്ലാം ദ്രവിച്ചു പോയിട്ടുള്ളതാ കേട്ടോ, വർഷങ്ങളായിട്ട്. അതിങ്ങനെ കിടക്കുന്നു. ഇതുവരെ ആയില്ല, വീട് കെട്ടിയിട്ടില്ല. നമ്മൾ എവിടെ പോയി തിരക്കിയായിരുന്നോ? വീട് മെയിൻ്റനൻസും കിട്ടിയിട്ടില്ല. പുനരുദ്ധാരണം മെയിൻ്റനൻസ്. അപ്പോൾ അവിടെ ട്രൈബിൽ തിരക്കിയോ? ഇല്ല, അവരുടെ ആരും വന്നതായിട്ട് അറിയത്തില്ല. പിന്നെ എല്ലാവരും നാളെ ആട്ടം മറ്റന്നാളിലാട്ടം എന്നൊക്കെ. പണ്ടി ക്യാഷില്ല, പണ്ടി പൈസ ഇല്ല ഞങ്ങളുടെ പ്രൊമോട്ടർ പറഞ്ഞ് തിരിച്ചു വിടുക. ഓക്കെ. അതുപോലെ മറ്റൊരു വിഷയമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഒരു കിണർ കാണിക്കാം. ഇതിൻ്റെ ചൂളകെട്ടിന് വേണ്ടി പല പ്രാവശ്യം എഴുതി കൊടുത്തിട്ട് പോലും അത് അനുവദിച്ച് കിട്ടിയില്ല എന്നാണ് അവരുടെ പരാതി. കാരണം ഇത് നോക്കിയേ, എന്ത് അപകടമാണ്. കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടാണ്. ഏത് സമയം അപകടം സംഭവിക്കുന്ന രീതിയിലായി കിണറിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് പരിഹരിക്കേണ്ട ചുമതല ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനില്ലേ? അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് ഈ കിണർ പോലുള്ള സംഭവങ്ങൾ. അതുപോലെ വിദ്യാസമ്പന്നരായ യുവതിയുവാക്കൾ ഇവിടെ ഉണ്ടെങ്കിലും ജോലി ലഭിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ഇവർ പിന്തള്ളപ്പെടുകയാണ് പതിവ്. അതിനെക്കുറിച്ചും അതുപോലെ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും രാജേഷ് എന്നൊരു വ്യക്തി സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കൈതക്കര ആദിവാസി കോളനി ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ്, അത് കൈതക്കര പ്രാഥമിക ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടെ വകുപ്പ്. ഞാൻ 3 വർഷം കൊണ്ടാണ്, 3 വർഷത്തിൽ കൂടുതലാണ് മേൽക്കോയ്മ അതുപോലൊക്കെ ഒരു വാസയോഗ്യമല്ലാത്ത വീട്ടിൽ കിടന്നുകൊണ്ട് ഞാൻ 3 വർഷം കൊണ്ട് ഞാൻ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് അപേക്ഷ കൊടുക്കുകയാണ്. എൻ്റെ വീടിൻ്റെ ഇതിനു മുമ്പ് ഞാൻ കൊടുത്തിട്ട് 3 വർഷം കൊണ്ട് കൊടുത്തിട്ട് ഇതിനു മുമ്പ് എല്ലാ പദ്ധതികളും ഇവരെല്ലാം ബാക്കിയുള്ളവരെല്ലാം ചെയ്തു. എനിക്കിതുവരെ കിട്ടിയിട്ടുമില്ല. 1 കോടി പദ്ധതിയിൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് അന്നിരിക്കുന്ന ട്രൈബൽ ഓഫീസർ മുഖേന
അന്ന് പ്രശ്നം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ മുൻപന്തി തരാമെന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവരിന്ന് വരെ എനിക്ക് തന്നിട്ടില്ല. ചോദിച്ചു പോകുമ്പോൾ നമ്മുടെ പ്രൊമോട്ടറുണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, പ്രൊമോട്ടർ അത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. പ്രൊമോട്ടറല്ല ഞാൻ കുറ്റം പറയുന്നത്, നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് കുറ്റം പറയുന്നത്. ഒരു അനാശാസ്യ രീതിയിൽ കൂടാണ് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് കാണുന്നത്. നമ്മളിതിനെ കുറിച്ച് പറയുമ്പോൾ അവരെന്താ പറയുന്നത്? അവർ പറയുന്നത് ഇതിനു മുമ്പ് 1 കോടി രൂപ പദ്ധതി ഉണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞ ഇതിൻ്റെ മണ്ട എനിക്ക് ഷീറ്റ് ഇട്ട് തരാമെന്ന് പറയും. കാരണം എനിക്ക് ഇത് കൊണ്ട് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. ഇതിന്റെ മണ്ട ഞാൻ എങ്ങനെ ഷീറ്റ് ഇടും? ഷീറ്റ് അതെല്ലാം പൊട്ടി കിടക്കും. പിന്നെ ഇവർ പറഞ്ഞേക്കുന്നത് നമ്മുടെ ടിൻ ഷീറ്റ് ഉണ്ടല്ലോ, നമ്മുടെ അലൂമിനിയം ഷീറ്റ്. കാരണം ഈ പാത്തി മൊത്തം പൊട്ടിയിരിക്കുക. ഈ അലോഗ്യ ഷീറ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് 3 കൊല്ലത്തിന് മുമ്പ് ഞാൻ അപേക്ഷ കൊടുത്ത. ഈ 3 കൊല്ലത്തിന് അപേക്ഷ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ കൊടുത്തതിനെക്കാട്ടി മുന്നേ ഇവർക്കെല്ലാം അനുവദിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് മാത്രം കിട്ടുന്നില്ല. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥൻ അനാസയല്ലേ ഇതിന്റെയൊക്കെ കാരണം. അതെ, ഇവരെ ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ അവർക്ക് കിട്ടുന്ന ഫണ്ട് ക്ലിയർ ചെയ്യണം. ഉദ്യോഗസ്ഥർ ഇവിടെ വരുമ്പോഴും വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവരെ വിളിച്ചിങ്ങോട്ട് കയറ്റി ഇത് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു. ഇവർക്ക് പോലും ഇത് കാണാനുള്ള ഇതുവരെ ഇത് കാണിക്കാൻ ശ്രമിച്ചിട്ട് കാണാൻ പറഞ്ഞിട്ട് കാണുന്നില്ല. വന്നിട്ടില്ല. നമ്മുടെ ഈ അവസ്ഥ നമ്മൾ വന്ന് കണ്ടിട്ട് നമ്മളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നില്ല വെച്ചിട്ടുണ്ട്, ഗുണഭോക്താക്കളോട് നിങ്ങളുടെ പേര് മുൻപഞ്ച് വെച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഇതേവരെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. എനിക്ക് ഭാര്യ ബികോം പാസ്സായിരിക്കുന്നു, മോള് ബികോം പാസ്സായതിൻ്റെ മോള്. പിന്നെ ഭാര്യയുണ്ട്, അമ്മയുണ്ട്. അമ്മ ഒരു 10-60 ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അപേക്ഷ വെച്ച കാര്യം വെച്ചാൽ പറഞ്ഞു. അമ്മ പ്രായമായതുകൊണ്ട് അമ്മ പ്രായമായി 10-60 വയസ്സ്. അമ്മയ്ക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. അപ്പോൾ ഈ എഴുതാനും വായിക്കാനും അറിയാത്തതുകൊണ്ട് അമ്മ ഒരു ഓഫീസിൽ എനിക്ക് വിടാൻ പറ്റത്തില്ല. അപ്പോൾ അതിലെല്ലാം പുറകെ ഞാൻ പോകണം. അതിൻ്റെ പേര് ഞാൻ എൻ്റെ പേരിൽ തന്നെ ഈ അപേക്ഷ വെച്ചു. അപ്പോൾ പിന്നെ ട്രൈബൽ ഓഫീസ് പറഞ്ഞേക്കുന്നത് എന്തോന്നറിയോ, നാളെ അവർക്ക് വേറൊരു അവകാശികൾ വരത്തില്ലയോ എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞ അമ്മയുടെ മോൻ ഞാനാ, അച്ഛൻ മരിച്ചുപോയി. പക്ഷേ ഇവർ ഈ നൂലാമാലകളൊക്കെ ഇവർ പറയുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. ഇപ്പം 3ാമത്തെ വർഷം 2 പ്രാവശ്യം ഞാൻ പിന്നെ എന്തുവാ എഗ്രിമെൻറ്റ് പേപ്പർ, ആദ്യം എഗ്രിമെൻറ്റ് പേപ്പർ വെച്ചെടുപ്പോൾ ട്രൈബൽ ഓഫീസ് ഇല്ലെന്ന് പറഞ്ഞു. രണ്ടാമത് ഞങ്ങളുടെ പ്രൊമോട്ടർ വിളിച്ച് പറഞ്ഞ് രണ്ടാമത് ഞാൻ 2ാം ട്രിപ്പും കൊടുത്തിട്ട് 3 വർഷമായി. ഇതൊന്നും ഇവരുടെ കയ്യിൽ അതില്ല, ഇവരുടെ കയ്യിലൊന്നും കൊടുക്കുന്ന പിന്നെ ഇല്ലെന്നാ പറയുന്നത്. പിന്നെ നമ്മളോട് ചോദിക്കാം, പുതിയത് കൊണ്ടുവരാൻ ചോദിക്കാം. പിന്നെ നമ്മൾ ഈ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിലോ നമുക്ക് ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് എപ്പോഴും തരില്ല. 6 മാസം 1 വർഷത്തിൽ കൂടുതൽ ജാതി സർട്ടിഫിക്കറ്റ് 3 വർഷവും വരുമാന സർട്ടിഫിക്കറ്റ് 6 മാസം അല്ലെ 1 വർഷം. ഇതിൽ കൂടുതൽ പഴക്കമൊന്നുമില്ല. എപ്പോഴും ചെന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ ചോദിച്ചാൽ പിന്നെ പത്രം കിട്ടുമോ? ഇല്ല. അതൊക്കെ നിയമവശം കൊണ്ടല്ലേ. അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മളിത് അനുഭവിക്കുക. ഇനിയിപ്പോൾ നാളെ മറ്റേത് എൻ്റെ മോടെ കല്യാണമായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ജോലി കിട്ടാൻ ഇതിനകത്ത് കിടന്ന് വേണം ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങൾ. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. എനിക്കൊരു കൂലിപ്പണി കൊണ്ടുള്ള പിന്നെ അയ്യത്താദായം ഇല്ല. എനിക്ക് ആകപ്പാടെ 8 സെൻറ്റേ ഉള്ളൂ. 8 സെൻറ്റിൽ 7 സെൻറ്റേ ഉള്ളൂ. ഇതിനകത്ത് കിടന്ന് വേണം ഞാൻ ഈ കാര്യങ്ങളെല്ലാം നോക്കാൻ. കല്യാണം കഴിക്കണം, പഠിത്തം നോക്കണം, വീട്ടുകാര്യം നോക്കണം, മാതാപിതാക്കളുടെ കാര്യങ്ങൾ. അച്ഛനേ ഉള്ളൂ മരിച്ചത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണം. നമ്മളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? അപ്പോൾ ഇത് ടാർപാളിൻ മാറ്റി കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളം അകത്ത് വീഴും. ആ അവസ്ഥ കംപ്ലീറ്റ് വെള്ളം അകത്ത് വീഴും. അപ്പോൾ ഈ വിദ്യാഭ്യാസമുള്ള ഡിഗ്രി കഴിഞ്ഞ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഈ പ്രായമായ അമ്മയും കൊണ്ടൊക്കെ ഇതിനകത്ത് വേണം ജീവിക്കാൻ. അപ്പോൾ സാറേ ഞാൻ അതിൻ്റെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതെ, ഈ പ്രൊമോട്ടറായിട്ടൊരു പിന്നെ അടിസ്ഥാന രീതിയിലൊരു പിന്നെ ട്രൈബൽ ഓഫീസിൽ എടുക്കുമായിരുന്നല്ലോ. അതെ എടുക്കുമായിരുന്നു. എൻ്റെ മോളെയും കൊണ്ട് ഞാൻ വടശ്ശേരിക്കലാണ് അതിന് ഇന്റർവ്യൂ നടന്നത്. വടശ്ശേരിക്കൽ ചെന്നപ്പോൾ ഇവർ പറഞ്ഞ എന്താണെന്നറിയോ, ഡിഗ്രി പാസ്സായവർക്ക് ആ നിയമമില്ലെന്ന് അത് കൊടുക്കാൻ. എൻ്റെ മോൾ കൂടെ ഉണ്ടായിരുന്നു, അല്ലേ ഞാനിപ്പോൾ വിളിച്ചാൽ. ഡിഗ്രി പാസ്സായവർക്ക് അങ്ങനെ കൊടുക്കാനും നിയമമില്ലെന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥ വടശ്ശേരിക്കൽ എന്ന് പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ എൻ്റെ മോൾ അതിൽ നിന്ന് റിസൈൻ ചെയ്തു. പിന്നെ ഇതിൽ കൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടോ ഈ മറ്റുള്ളത് അതിനകത്ത് വേറെ പ്രശ്നം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 1980-88 ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഏതാ? ഞങ്ങളുടെ വസ്തു പ്രശ്നം, ആദിവാസികളുടെ അന്യായപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ അന്യായത്തിൻ്റെ പ്രശ്നം ഇന്ന് വരെ ഈ സർക്കാർ കാലാകാലം കയറി വരുന്നതാണ് സർക്കാർ. ഇതിനകത്ത് യാതൊരു കാര്യങ്ങളും നമുക്ക് തന്നിട്ടില്ല. ഇപ്പോഴും നമ്മളിങ്ങനെ കയറി കിടക്കുന്നു. പട്ടയമോ കരമടയ്ക്കാൻ രസീതോ ഒന്നുമില്ല. വീട്ടു നമ്പറുണ്ടോ? വീട്ടു നമ്പറുണ്ട്, പക്ഷേ കരമടയ്ക്കാൻ പറ്റുന്നില്ല. അത് പറയാൻ കാരണം ഇതുകൊണ്ട് ആ കാണുന്ന തോട്ടമുണ്ടല്ലോ, എൻ്റെ അമ്മയുടെ വീതമാണ്. അത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കൊടുത്തതാണ്. അത് സർക്കാരിൽ നിന്ന് പിന്നെ ഹൈക്കോടതി നിയമപ്രകാരം വെച്ച്
ഞങ്ങൾക്ക് സർക്കാർ തന്നെ കേസ് കൊടുത്തതാണ്. അതിൽ പിന്നെ ഇന്ന് വരെ സർക്കാർ അതിൻ്റെ തീരുമാനം നമുക്ക് പിന്നെ അനുകൂലമായി വിധി വരെ വന്നേക്കുക. ഇതുവരെ തിരിച്ചു തരികയോ അതിന് വേണ്ട കാര്യങ്ങൾ ഇവരൊന്നും ചെയ്തിട്ടില്ല. അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാലഘട്ടത്തിൽ കിടക്കുക ഈ പറയുന്ന സർക്കാർ തന്നെ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. പിന്നെ പൊതുസമൂഹം ഇത് കേൾക്കണം. കാരണം ഈ ചോർന്നൊലിക്കുന്ന ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു പെൺകുട്ടിയും മാതാവും, പ്രായമായ മാതാവും ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഈ ടാർപാളിൻ മാറ്റി കഴിഞ്ഞാൽ ഈ പെയ്യുന്ന മഴ മൊത്തം ഈ വീടിനകത്താണ് വീണ്. ഇതൊന്ന് മാറ്റിക്കൊടുക്കാൻ പല പ്രാവശ്യം ട്രൈബൽ ഓഫീസിലൊക്കെ കയറി ഇറങ്ങി ശ്രമിച്ചിട്ടും അവർക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. ഇവർ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് വന്ന് കാണാൻ പോലും മനസാക്ഷിയില്ലാത്ത ട്രൈബൽ ഓഫീസേഴ്സാണ്. ഇവരൊക്കെ എങ്ങനെയാണ് ട്രൈബൽ സമൂഹത്തെ അല്ലെങ്കിൽ ആദിവാസി സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നത്? ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ സഹോദരൻ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി കണ്ടു അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും അവർ ഈ ഷെയർ ചെയ്യുന്നത്. ഈ ഊരിലെ പ്രശ്നം ഇത് മാത്രമല്ല, മറ്റനേകം പ്രശ്നങ്ങളുണ്ട്. ചുരുക്കം ചില പ്രശ്നങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചുള്ളൂ. തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള ഒരു പ്രദേശത്തെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.